വിരുന്നുകാരൻ കേട്ടോ. ഇന്നലെ അവരെന്നെ വിളിച്ചായിരുന്നേ. പ്രസന്നച്ചേയി കാണും, നമ്മുടെ പെരിങ്ങാലെന്ന് പ്രസന്നച്ചേയും വിശാഖും ചേർക്കുന്നുണ്ട്. പിന്നെ ഓതറേന്ന് സുതച്ചേയി കാണുമെന്ന് പറഞ്ഞ് ചിലപ്പം മുക്തം കാണും. എവരാണെങ്കിലും ചിലപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അപ്പോഴേ ഞാനിത്തിരി ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അവിടെ മീനൊന്നും കിട്ടിയില്ല. മീൻ തോക്കുന്ന ഉച്ചറിയാണോ? നമുക്ക് എന്ത് പപ്പടം ഇരിപ്പുണ്ടോ? വിശാഖനാണെ തോരനും മെഴുപ്പെട്ടിരുന്ന. തോരനും മെഴുപ്പെട്ടിക്ക് വല്ലതും ഉണ്ടോ അതിൽ? ഞാൻ ചിക്കൻ എല്ലാം കഴുകാം. അപ്പോഴത്തെ ചേട്ടൻ ചെന്ന് കപ്പ മേടിച്ചോണ്ട് പോവാം. ഇത് പുഴുങ്ങിയത് രാവിലെ പുഴുങ്ങിയില്ലയോ? കപ്പക്കഴുകും. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇച്ചിരി കപ്പ മേടിച്ചോണ്ട് വരാം. നമ്മൾ 2 മണിക്ക് ആകുമ്പോഴേ കഴിക്കുന്നത്, അവരൊക്കെ 1 മണിക്ക് കഴിക്കുന്നത്. 1 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കണം കേട്ടോ. ഒരു വിശന്നിരിക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഇത്ര നാൾ കൊണ്ട് വരുന്നതാണ്. സച്ചുമോനെ, മോനെ ഇങ്ങോട്ട് വന്നേ. അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് ചെയ്യും മോനെ. മെഷീനകത്ത് വെള്ളം കളഞ്ഞ് ഒന്ന് വേറെ വെള്ളം പിടിച്ചൊന്ന് കറക്കിയേക്ക്. നമുക്ക് ഇച്ചിരി ജോലിയുണ്ട്. ഇന്ന് വിരുന്നുകാരുണ്ട് മോനെ, അതാ ഇച്ചിരി തിരക്കാ. അച്ഛയെ കപ്പ മേടിക്കാൻ പോയി. അത് കഴിയുമ്പോ പിന്നെ അച്ഛയെ ഏൽപ്പിക്കാം. മോനിരുന്ന് പഠിച്ചോ കേട്ടോ. കപ്പ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. 4 കിലോ ഉണ്ട്. കൂടുതലാണോ? 4 കിലോ ഒത്തിരി എത്താൻ നേരത്ത് വേണ്ടായിരുന്നു. കുഴപ്പമില്ല. വെണ്ടയ്ക്കെല്ലാം മൂത്ത് ഞാനെടുത്ത് കളഞ്ഞു. അപ്പൊ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ട് അതിനകത്ത് വഴുതനങ്ങ ഇല്ല. എനിക്ക് വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് കൂടെ മെഴുകുവരട്ടി വെക്കാം. ചിക്കൻ കുക്കറിലല്ലേ വെക്കുന്നത്? നമുക്ക് ചിക്കൻ എളുപ്പമാണ്. നമ്മുടെ ഒരു പപ്പടം കൂടെ മതിയല്ലേ? പിന്നെ എല്ലാം 1 മണിക്ക് മുമ്പ് ആവും. സമയം ഇപ്പോൾ 11:40 ആയതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ കപ്പ എല്ലാം റെഡിയാക്കി തരാം. അപ്പോൾ നമുക്കൊരു ആകുമ്പോഴത്തേക്ക് ശരിയാണ്. അവരൊക്കെ വന്നെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ എത്തി. ഓ എനിക്ക് വയ്യത് ആരാ? പിന്നെ എന്താ വാ നിങ്ങളല്ലേ? തണുത്ത വെള്ളം കുടിക്കാം. തണുത്ത വെള്ളം ഉണ്ടായിരുന്നോ അതിനകത്തില്? ഇവിടെ തണുത്ത വെള്ളം, ഇവിടെ ചൂടുവെള്ളം കുടിക്കത്തുള്ളൂ. നീ തണുത്ത വെള്ളം കുടിക്കുവോ? ഇവനെ ഞങ്ങള് കടയിൽ വന്ന് മുത്തൊരിടവഴിക്ക് ഇവന് വെള്ളം വേണമെന്ന് വേണ്ട വിചാരിച്ച അവനാണെങ്കിൽ അവള് പോവാന്ന് എന്തുവാ കടയില്ലാത്ത വഴി കൂടെ തിരിച്ചു നാളെ കണക്കാണോ? ഞാൻ പറഞ്ഞ അവനും കണക്കാണ്. ഇവനും കണക്കാ ഇല്ലയോ? കണക്കിന്റെ കാര്യത്തിൽ എല്ലാരും കണക്കാ. എടാ മോനെ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണോടാ. 2 ദിവസമൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യണം. ചേട്ടോ, എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. മോളിലും വാള, താഴെ വാള, വെളിയിലും വാള. എന്റെ ജോലിയല്ല ഇപ്പഴാ കഴിഞ്ഞ. ഞാൻ എപ്പോ കുളിക്കും? ഓ അത് കുഴപ്പമില്ല. നീ അവര് ആരെങ്കിലും ഇറങ്ങിയിട്ട് നീ കുളിക്കുക. അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്തൊരു കഷ്ടമായത് ചേട്ടോ. ഇവര് 2 ദിവസമായല്ലോ വന്നിട്ട്. ഇനി എന്നാ ഇവര് പോകുന്നത്? അവര് നാളെ എങ്ങാണോ പോവായിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യാനാ? കൊച്ചിന് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നു. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചു. സമയം 10 മണിയായി കിടക്കാം. എന്തോ കഷ്ടമായത്. എന്താ പറയട്ടാ? അവർ നാളെ പോവായിരിക്കും. അവരുടെ എല്ലാവരും രാവിലെ എണീറ്റുണ്ട്. ഇന്നങ്ങ് പോകും. അപ്പം അവധിയൊക്കെ ആകുമ്പോ വരണം കേട്ടോ നിങ്ങൾ. ഇടയ്ക്ക് കാണാം. ടാറ്റ ടാറ്റ. എല്ലാരും പോയപ്പോഴേ ചേട്ടാ ഇപ്പൊ ഒരു സ്വസ്ഥതയുണ്ടല്ലോ. ആ ചെറുക്കനെ ഭയങ്കര കുരുക്ക. അവൻ എപ്പം നോക്കിയാലും ബാത്റൂമിനകത്താം. ആ ഫ്ലഷിലോട്ടവൻ പ്ലക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളമെല്ലാം കളഞ്ഞു ചേർക്കാൻ. ചേട്ടൻ ഗേറ്റിന്റെ ഇവിടെ ആരാ വരുന്നത്? ആരണ്ട് വരുന്നുണ്ടല്ലോ. അവരാണല്ലോ, അവര് പോയിട്ടുണ്ട്. ഇനി പേഴ്സോ മൊബൈലോ ഇവിടെ മറന്നു കാണുമായിരിക്കും. എന്താ പ്രശ്നം? വല്ല മറന്നാ? ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര മറവി.
ജംഗ്ഷനിൽ വരെ ചെന്നപ്പോഴാടാ ഓർത്തത് ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന്. വെള്ളിയാഴ്ച ആയിക്കൊണ്ട് വീടുകളിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ തിരിച്ചിങ്ങി വന്നാണ്ട് ഇവന് നാളെ ശനി ഞായറോ പഠിത്തവും ഇല്ല. തിങ്കളാഴ്ച ഉള്ള പഠിത്തം. ഞങ്ങളന്ന് തിങ്കളാഴ്ച പോവാം. ഏതായാലും 2 ദിവസം ഇവിടെ നിൽക്കാം. ഞാൻ അന്നേരം ചേട്ടനോട് പറഞ്ഞല്ലേ ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് വിടണ്ട, നാളെ വിട്ടാൽ മതിയെന്ന്. എന്നൊരു കാര്യം ചെയ്യ്, നിങ്ങൾ കയറിയിരിക്കേ, ഞാൻ മീൻ വല്ലതും കിട്ടുമോ നോക്കി ചേരാം.